ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പൂജവെപ്പിൻ്റെ നോൽബിന് മുൻപേയുള്ള ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. ക്ലീനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമായേ. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ റൂമുകളായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. എൻ്റെ ഉമ്മറം ക്ലീൻ ചെയ്യുന്നതും അതുപോലെ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഷോർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാനിതാ ഡൈനിങ് ഹാളാണ് ക്ലീൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താട്ടോ ക്ലീൻ ചെയ്യാൻ ഇഷ്ടം. അതുകൊണ്ട് ഏട്ടനും മോളൊക്കെ പോയേരെ എൻ്റെ ഒരുവിധം കിച്ചണിലെ പണികളൊക്കെ ഒതുക്കി വെച്ചേരെയാണ് ഞാനിതാ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. അപ്പം ദാ ആദ്യം തന്നെ ഞാൻ സോഫേൻ്റെ ഒക്കെ കവറൊക്കെ മാറ്റിയിട്ട് കുഷനൊക്കെ ദാ പുറത്ത് കൊണ്ടിടുകയാണ്. ഇന്ന് നല്ല വെയിലാണ്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ദാ ഞാൻ വേഗം മാറാല തട്ടാനായിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ മാറാലയും പൊടിയൊക്കെ തട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ദാ കർച്ചീഫ് ഞാൻ നനച്ച് മുഖത്ത് കെട്ടുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബറായ കാർത്തിക് പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. ഇങ്ങനെ നനഞ്ഞ തൂവാല മുഖത്ത് കെട്ടുകയാണെങ്കിൽ നമുക്ക് ബ്രീത്തിങ്ങിന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം. ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ തൂവാലയായിരുന്നു കേട്ടോ മുഖത്ത് കെട്ടൽ. അപ്പം പകുതി ആകുമ്പം തന്നെ ഞാൻ അതെടുത്ത് ഒഴിവാക്കും, എനിക്കിങ്ങനെ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ട് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ചുമരിലെ മാറാലിയൊക്കെ തട്ടി കഴിഞ്ഞേരതാ ഞാൻ പിന്നെ ഫാൻ്റെ മുകളിലത്തെ പൊടിയും കൂടെ ഒന്ന് തട്ടിയേ. പിന്നെ ഞാനിതാ ഈ സോഫേൻ്റെ സൈഡിലൊക്കെ ഉള്ള മാറാലിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വാക്യൂം ക്ലീനർ ആണ് എടുത്തത്. എനിക്കിത് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചാട്ടോ. മറ്റും നമ്മൾ തട്ടുകയാണെങ്കിൽ ഒരുപാട് പൊടി പറക്കുകയാണല്ലോ ചെയ്യുക. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം വലിച്ചെടുത്ത് നല്ല വൃത്തിയായി കിട്ടും ചെയ്യേ. ഈ സോഫേൻ്റെ അടിഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തീരെ മൈൻഡ് ചെയ്യാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യായതുകൊണ്ട് ഞാനിതാ ഇതിൻ്റെ അടിയത്തെ മാറാലി ഒക്കെ വാക്യൂം ക്ലീനർ വെച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മാറാലിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതാ ഞാനൊരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒക്കെ ഒന്ന് നനച്ച് തുടയ്ക്കാൻ പോവുകയാണ്. നനച്ച് തുടയ്ക്കുന്നതൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാനിതാ സോഫയൊക്കെ കറക്റ്റായി നീക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ഫ്ലൈവുഡൊക്കെ അവിടെ തന്നെ എടുത്തു വെച്ച്. ഈ ഫ്ലൈവുഡ് ഞങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഞങ്ങളുടെ കുഷൻ ഒന്ന് ചെറുതായി ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സിംഗിൾ സോഫേൻ്റെ പുറകിലായിട്ട് ഓരോന്നും കൊണ്ടുവയ്ക്കേ. നമുക്ക് ഈ പെട്ടെന്ന് കൈ കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതാ കൊതുക് ബാറ്റ് അതുപോലത്തതൊക്കെ. അപ്പോൾ ആരും കാണൂലല്ലോ അതിൻ്റെ പുറകിൽ കൊണ്ടുവച്ചാൽ, അതാണ് അവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അതാ സിംഗിൾ സോഫയും ഞാൻ ഇതുപോലെ മറച്ചിട്ടിട്ട് അതിൻ്റെ അടിയത്തെ പൊടിയൊക്കെ വാക്യൂം ക്ലീനർ വെച്ച് എടുക്കുകയാണ്. ഈ സോഫേൻ്റെ അടിയിൽ മറ്റേ സോഫേനെ പോലെ അത്ര മാറാലിയൊന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് വാക്യൂം ക്ലീനറിനെ കൊണ്ടുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നേ. പിന്നെ ഇതാ ഞാൻ ഈ സോഫയും അതുപോലെ തന്നെ നനച്ച് തുടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ബിഗ് ബോസ് ആണ് ഈ തുറന്നു വെക്കുന്നത്. ക്ലീനിങ് തുടങ്ങുമ്പോൾ തന്നെ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഇതാ ഞാൻ വീണ്ടും തുറന്നു വെച്ചതാണ്. അകത്ത് ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതാ നല്ലൊരു പണി കിട്ടിയായിരുന്നേ. പെരും മഴയാട്ടോ പെയ്യുന്നത്. എങ്ങനെയോ ഓടിപ്പോയിട്ടാണ് ഞാൻ ആ കുഷ്യനൊക്കെ എടുത്തത് ആ കൊലായിൽ കൊണ്ടിട്ടത്. ഭാഗ്യത്തിന് നനഞ്ഞില്ല കേട്ടോ. പിന്നെ ദാ ഞാൻ ഈ ജനലിൻ്റെ സൈഡിലുള്ള ഉറുമ്പ് പൊടികളും മാറാലിയും ഒക്കെ ദാ ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ ജനലിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു മണി പ്ലാന്റ് ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലെ പൊടികളൊക്കെ ഒന്ന് ഇതാ നനച്ച് തുടക്കുകയാണ്, നല്ലൊരു നിറം തോന്നാൻ വേണ്ടിയിട്ട്. ജനൽ കമ്പികളൊക്കെ നനച്ച് തുടച്ചേരതാ ഞാൻ അവിടുന്ന് മാറ്റി വെച്ച സാധനങ്ങളൊക്കെ തുടച്ച് അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇവിടെ ഞാൻ ഇതാ ചെറിയൊരു പ്ലാന്റ് വെക്കലുണ്ട്. അതുപോലെ സാമ്പ്രാണി കത്തിക്കുന്ന ബോക്സ് ഇല്ലേ, അതൊക്കെയാണ് വെക്കാറുള്ളത്. പിന്നെ ഇതാ വൈകുന്നേരമായാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത്, ബാറ്റ്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ അതാ കൊലായിൽ കൊണ്ടുവെക്കുകയാണ്. ജനലിൻ്റെ സൈഡിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതാ ഞാൻ സോഫയൊക്കെ അതുപോലെ തന്നെ അവിടെ സെറ്റാക്കിയിട്ട് അടുത്തത് ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നത് ഇതാ ടി വിൻ്റെ പുറകിലാണ്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ എന്തായാലും ഈ മേശ പിടിച്ചിടണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്തത്. വാക്യൂം ക്ലീനർ കൊണ്ട് തന്നെയാട്ടോ ഞാൻ അവിടെയും വൃത്തിയാക്കുന്നത്. അപ്പോൾ വൃത്തിയാക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇതാ ഞാൻ സ്റ്റെബിലൈസർ ഒക്കെ ഒന്ന് ഇതാ താഴോട്ട് എടുത്ത് വെക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉറുമ്പിൻ്റെ പൊടിയൊക്കെ. എത്ര പെട്ടെന്നാ ഇവിടെ ഉറുമ്പിൻ്റെ പൊടി വരികയെന്നറിയോ. ടി വിൻ്റെ പുറകിലെ മാറാലിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതാ അതുപോലെ തന്നെ സ്റ്റെബിലൈസറൊക്കെ തുടച്ച് ഞാൻ നല്ല സെറ്റാക്കി വെച്ചേ. ഇനിയത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയാണ് ഷോക്കേസ് ക്ലീൻ ചെയ്യുക. കർക്കിടകത്തിന് ക്ലീൻ ചെയ്ത പോലെയൊന്നും ഞാനിത് ഒന്നായിട്ട് പുറത്തേക്കൊന്നും ഇടുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ട് തുടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഏറ്റവും അടിയിലുള്ള കടലാസൊക്കെ മാറ്റിയിട്ട് അവിടുത്തെ പൊടിയൊക്കെ ഞാൻ വാക്യൂം ക്ലീനർ വെച്ചെടുത്തേ. ഇനി ഇതാ ഞാനൊക്കെ
ഒക്കെ തുടച്ചെടുക്കുകയാണ്. ഓരോ ഫോട്ടോയും അതുപോലെ ട്രോഫി അതൊക്കെ എടുത്ത് തുടച്ച് അവിടെ വെക്കുകയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നുന്നുണ്ടാവില്ലേ? ഞാനിത് നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ തട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഗ്ലാസും കൂടെ ഞാനൊന്ന് തുടച്ചിടുന്നുണ്ട്. പിന്നെ ഞാൻ അതാ നനച്ച് തുടയ്ക്കാൻ നിന്നത് ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കുകയാണ്. അത് എടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് അവിടുത്തെ പൊടിയൊക്കെ തുടച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ഞാൻ കോളിംഗ് വെച്ചാണ് തുടച്ചിടാറുള്ളത്. അപ്പോൾ എനിക്ക് നല്ല വൃത്തിയായ പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇതാ നിങ്ങളൊന്ന് നോക്കിയേ, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടില്ലേന്ന്. ഡൈനിങ് ടേബിളൊക്കെ അതാ തുടച്ചു കഴിഞ്ഞേരെ പിന്നെ ഞാൻ ആദ്യത്തെ പോലെ തന്നെ ചുമരിനോട് ചേർത്ത് അവിടെ നീക്കിയിട്ടെ. പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകൾ തുടയ്ക്കുക എന്നതായിരുന്നേ. അപ്പം 3 ചെയറാട്ടോ ഞങ്ങളിവിടെ ഇടാറുള്ളത്. ഒരു ചെയർ സിയ അവളുടെ സ്റ്റഡി ടേബിളിന് ഉപയോഗിക്കാറാണ്. ഒന്നാമത് പിന്നെ ഇവിടെ സൗകര്യം ഇല്ലല്ലോ, ഡൈനിങ് ടേബിളും സോഫയും എല്ലാം കൂടി ആയിട്ട്. ഡൈനിങ് ടേബിളിൻ്റെ ചെയറൊക്കെ തുടച്ച് കഴിഞ്ഞേരം പിന്നെ ഞാൻ നിന്നത് ഇതാ ഈ വാതിലിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ കമ്പികളൊക്കെ തുടയ്ക്കാനായിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയായിരുന്നേ, അതുകൊണ്ട് പിന്നെ ഞാൻ വാക്യൂം ക്ലീനർ എടുത്തിട്ടില്ലേ. നനഞ്ഞ തുണി കൊണ്ട് തന്നെയാട്ടോ എല്ലാം തുടച്ചെടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ വാതിലും ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സമയം ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതാ ഞാൻ ഈ ഫാനിൻ്റെ മുകളിലത്തെ പൊടിയും കൂടെ ഒന്ന് തുടച്ചെടുത്തേ. എൻ്റെ അകത്തെ പൊടി തട്ടലും നനച്ചു തുടയ്ക്കലും ഒക്കെ കഴിയുമ്പോഴേക്കും ഇതാ പുറത്ത് രണ്ടാമത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നേരം കൂടെ സോഫയൊന്ന് വെയിലത്ത് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിതാ വീണ്ടും എല്ലാം എടുത്തിട്ട് ഇതാ പുറത്ത് കൊണ്ടിടുകയാണേ. സോഫേൻ്റെ കുഷ്യനൊക്കെ ഇതാ പുറത്ത് കൊണ്ടിട്ട് വന്നേരം പിന്നെ ഇതാ ഞാൻ എല്ലായിടും ഒന്ന് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ തുടച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. അപ്പം ഞാൻ തുടയ്ക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.